നമസ്തേ, എല്ലാവർക്കും നമ്മുടെ സഹൃദയ ഹിന്ദി സ്റ്റഡി ക്ലാസ്സിലേക്ക് സ്വാഗതം. കുട്ടികളെ, നാം കഴിഞ്ഞ ക്ലാസ്സിൽ അനന്ത് ഗോപാൽ ശേവഡേജിയുടെ ആനന്ദ് കി ബുൾജഡിയാം എന്ന നിബന്ധാണ് പഠിച്ചത്. ഈ ആനന്ദ് കി ബുൾജഡിയാം എന്ന നിബന്ധിൽ 5 ഇൻസിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ? 5 സംഭവങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ സംഭവമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇല്ലേ? നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടാമത്തെ ഇൻസിഡന്റ് നോക്കാം. एक वृद्ध संभ्रांत महिला रेलगाड़ी से सफर कर रही थी. वे खिड़की के पास बैठकर बीच बीच में अपनी मुट्ठी से कुछ चीज बाहर फेंकती जा रही थी. एक सहयात्री ने जो यह देख रहा था पूछा, यह आप क्या कर रही है? उस महिला ने जवाब दिया, ये सुंदर भलों और भूलों के बीज है. मैं इन्हें इस उम्मीद से फेंक रही हूँ कि इनमें से कुछ भी अगर जड़ पकड़ लेंगे तो लोगों का इससे कुछ फायदा होगा. पता नहीं मैं इस रास्ते से फिर गुजरूं या न गुजरूं, इसलिए क्यों न मैं इस संधि का उपयोग कर लूं. ഈ രണ്ടാമത്തെ സംഭവം എന്താണ് നമുക്കൊന്ന് നോക്കാം. एक वृद्ध संभ्रांत महिला रेलगाड़ी से सफर कर रही थी. കുറച്ച് പ്രായമുള്ള മാന്യയായ ഒരു സ്ത്രീ റെയിൽഗാഡിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. വേ ഖിഡ്കി കെ പാസ് ബൈഠ്കർ, അവർ ഖിഡ്കി എന്ന് വെച്ചാൽ എന്താണ്? ജനാല. കെ പാസ് ബൈഠ്കർ, കെ പാസ് അതായത് സമീപം, ബൈഠ്കർ ഇരുന്നിട്ട്, ബീച്ച് ബീച്ച് മേം ഇടയ്ക്കിടയ്ക്ക്, അപ്പനി മുഡ്ഢി സേ തൻ്റെ ഉള്ളം കൈ, മുഡ്ഢി എന്ന് വെച്ചാൽ ഉള്ളം കൈ, അപ്പനി മുഡ്ഢി സേ കുച്ച് ചീസ്, എന്തോ സാധനങ്ങൾ, ചീസ് എന്ന് വെച്ചാൽ എന്താണ്? സാധനങ്ങൾ, ബാഹർ ബാഹർ പുറത്ത്, ഭേങ്കത്തി ജാ രഹി ഥി, ഭേങ്കന എന്ന് വെച്ചാൽ എറിയുക എന്നാണ് കേട്ടോ. അവർ ഈ ജനലിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് തൻ്റെ ഉള്ളം കയ്യിൽ എന്തോ സാധനം വെച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടം വരെ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ ആരാണ് യാത്ര ചെയ്യുന്നത്? റെയിൽഗാഡിയിൽ ആരാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്? ആരാണ്? ഒരു സംഭ്രാന്ത മഹിള. റെയിൽഗാഡി സെ കോൺ സഫർ കർ രഹി ഥി. റെയിൽഗാഡിയിലൂടെ ആരാണ് യാത്ര ചെയ്തു വന്നത്? ആരാ യാത്ര ചെയ്യുന്നത്? ഏക്ക് സംഭ്രാന്ത് മഹിള. മഹിള ക്യാ കർ രഹി ഥി. ഈ മഹിള എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എന്തായിരുന്നു? എന്തോ കുറച്ച് സാധനമില്ലേ കയ്യിലെടുത്തിട്ട് പുറത്തേക്ക് ഇങ്ങനെ എറിയുകയായിരുന്നു. ഏക് സഹയാത്രീനെ ജോ യഹ് ദേഖ് രഹാ താ. ഒരു സഹയാത്രിക ഇത് കാണുന്നുണ്ടായിരുന്നു അല്ലേ? അവരെന്ത് ചെയ്തു? പൂച്ച എന്ന് വെച്ചാൽ എന്താണ്? ചോദിച്ചു. യഹ് ആപ് ക്യാ കർ രഹി ഹൈ, താങ്കൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉസ് മഹിളാനെ ജവാബ് ദിയ. അപ്പോൾ നമ്മുടെ ആ മഹിള എന്ത് ചെയ്തു? ജവാബ് ദിയ. ജവാബ് എന്ന് വെച്ചാൽ ഉത്തരം, ആൻസർ കൊടുത്തു അല്ലേ? ഉത്തരം നൽകി. എന്താ ഉത്തരം നൽകിയിരിക്കുന്നത്? യേ സുന്ദർ ഫലോം ഓർ ഭൂലോം കെ ബീജ് ഹൈ. ഇത് വളരെ മനോഹരമായ പഴങ്ങളുടെയും പൂക്കളുടെയും വിത്താണ്. ബീജ് എന്ന് വെച്ചാൽ സീഡ് എന്നാണ് കേട്ടോ, വിത്ത് എന്നാണ്. മേം ഇനിയും ഇസ് ഉമ്മീദ് സേ ഭേങ്ക് രഹി ഹൂം. മേം ഞാൻ, ഇനിയും ഇവയെ, ഇസ് ഉമ്മീദ് സേ, ഉമ്മീദ് എന്ന് വെച്ചാൽ പ്രതീക്ഷ, ഞാൻ ഈ ഒരു പ്രതീക്ഷയോടുകൂടി ഞാനിവയെ ഭേങ്ക് രഹി ഹൂം, ഞാൻ ഇവയെ എറിയുകയാണ്. ഭേങ്കര എന്ന് വെച്ചാൽ എറിയുക. ഞാൻ ഈ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഇവയെ പുറത്തേക്ക് എറിയുന്നത്. എന്ത് പ്രതീക്ഷയാണ്? ഇൻമേം സേ, ഇവയിൽ നിന്നും, കുച്ച് ഭി, കുറച്ചെങ്കിലും, അഗർ അല്ലെ ഒരു പക്ഷേ, ജഡ് പകഡ് ലെങ്കേത്തോ, ജഡ് എന്ന് വെച്ചാൽ വേര്, പകഡിന പിടിക്കുക. അപ്പോൾ ജഡ് പകഡ് ലെങ്കേത്തോ പിടിക്കുകയാണെങ്കിൽ, ലോഗോങ്ക ഇസ്സേ കുച്ച് ഫായദാ ഹോഗാ, ഇവ കൊണ്ട് ജനങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ച് നേട്ടമുണ്ടാകും, അല്ലെ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകും. പത്താ നഹി മേം ഇസ് രാസ്തേ സേ ഫിർ ഗുസരും യാ ന ഗുസരും, ഞാൻ ഈ വഴിയിലൂടെ ഇനി കടന്നു വരുമോ ഇല്ലയോ എന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഇസ്ലിയേ, ഇതുകൊണ്ട്, ക്യൂ ന മേം ഇസ് സന്ധി കാ ഉപയോഗ കർ ലൂം, പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്തിക്കൂടാ?
ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത്? അതെ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു ചെറിയ അവസരം പോലും നാം പാഴാക്കരുത് എന്നാണ് ഈ സ്ത്രീ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയതോ അല്ലെങ്കിൽ വലുതോ ആയിക്കോട്ടെ, അങ്ങനത്തരം കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ നമുക്കും സന്തോഷം കിട്ടും, അല്ലേ? ആർക്കാണോ നമ്മളെ കൊണ്ട് പ്രയോജനം കിട്ടുന്നത് അവർക്കും സന്തോഷം കിട്ടും. ഈ ഒരു പാരഗ്രാഫ് മനസ്സിലായി കാണുമല്ലോ, അല്ലേ? അങ്ങനെയെങ്കിൽ रेलगाड़ी से संभ्रांत महिला क्या फेंक रही थी? സംഭ്രാന്ത് മഹിള എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? സംഭ്രാന്ത് മഹിള റെയിൽഗാഡി സെ സുന്ദർ ഫൂലോं और फलों का बीज बाहर फेंक रही थी. ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? മനോഹരമായ പഴങ്ങളുടെയും അതുപോലെ തന്നെ പൂക്കളുടെയും വിത്തുകൾ പുറത്തേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മഹിള കിസ് ഉമ്മീദ് സെ ബീജ് फेंक रही है? ഏത് പ്രതീക്ഷ, ഏത് ഉമ്മീദോടുകൂടി, ഏത് പ്രതീക്ഷയോടുകൂടിയാണ് അവർ പുറത്തേക്ക് ഇത് വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നത്? बीच में से कुछ जड़ पकड़ लेंगे तो लोगों को फायदा होगा. അല്ലേ? ഇവയിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ വേര് പിടിക്കുകയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുമല്ലോ, അല്ലേ? അവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയോടു കൂടിയാണ് നമ്മുടെ ഈ മഹിള ഈ വിത്തുകൾ പുറത്തേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എങ്കിൽ നമുക്കിനി അടുത്ത പാരഗ്രാഫ് നോക്കാം. आजकल के ज़माने के रुपये और शिलिंग वाले स्वार्थी तहजीब के बावजूद दुनिया में ऐसे व्यक्ति है, इसलिए तो दुनिया रहने लायक बनी है. भौतिकवाद और भोग विलास की हाय हाय से परे रहने वाले निस्वार्थी और आदर्श प्रिय लोग न होते तो हम कब के रसादल को पहुँच गए होते. ऐसे भी व्यक्ति है जो इस ज़माने के अंधकार में भी आनंद के बुलझड़ियों से प्रकाश फैलाते रहते हैं, जिन्हें देखकर हम मानव जाति के भविष्य पर श्रद्धा और विश्वास कर सकते हैं. നോക്കാം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. आजकल के ज़माने की रुपये और शिलिंग वाले स्वार्थी तहजीब के बावजूद दुनिया में ऐसे व्यक्ति हैं. ആജ്കൽ എന്ന് വെച്ചാൽ ഇക്കാലത്ത്, സമാനെ എന്നാൽ കാലഘട്ടം, റുപ്പയെ രൂപ, ഷില്ലിംഗ് വാലെ. ഈ ഷില്ലിംഗ് വാലി എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് യൂറോപ്പിലൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു നാണയമാണ് കേട്ടോ. ഇപ്പോഴത്തെ ആൾക്കാർ എങ്ങനെയുള്ളവരാണേ? അവർ പൈസ സമ്പാദിക്കാനുള്ള ഓട്ടത്തിലാണ്, അല്ലേ? പൈസയുടെ പുറകെ പായുന്നവരാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിട്ടും, അല്ലേ? നോക്ക്, സ്വാർത്ഥി തഹജീബ്. സ്വാർത്ഥി തഹജീബ്, തഹജീബ് എന്ന് വെച്ചാൽ കൾച്ചർ, അതായത് സ്വാർത്ഥി തഹജീബ് അങ്ങനെയുള്ള സ്വഭാവ വൈശിഷ്ട്യമുള്ള ആൾക്കാർക്കിടയിലും കെ ബൗജൂദ് അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടായിരുന്നിട്ട് കൂടി ദുനിയാമേ ഏസേ വ്യക്തി ഹേ, അത്തരം ആൾക്കാർക്ക്, അതായത് എങ്ങനെയുള്ള സ്വാർത്ഥരായ, അല്ലേ? അതുപോലെ തന്നെ പൈസയുടെ പുറകെ ഓടുന്ന ആൾക്കാർ ഉണ്ടായിരുന്നിട്ട് കൂടി അത്തരം ആൾക്കാർക്കിടയിൽ കൂടി ഈ ലോകത്ത് ഏസേ വ്യക്തി ഹേ, ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. എങ്ങനെയുള്ള ആൾക്കാരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുള്ള ആൾക്കാർ, അല്ലേ? ഇസ്ലിയേ തോ ദുനിയ രഹ്നെ ലൈക ബനി ഹേ. ഇത്തരം ആൾക്കാരാണ് ഈ ഭൂമിയെ വാസയോഗ്യമാക്കി മാറ്റുന്നത്, താമസിക്കാൻ യോഗ്യമുള്ളതാക്കി മാറ്റുന്നത് ഇത്തരം നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ്. भौतिकवाद और भोग विलास की हाय हाय से परे रहने वाले निस्वार्थी और आदर्श प्रिय लोग न होते तो हम कब के रसादल को पहुँच गए होते. ഭൗതികതയ്ക്കും അതുപോലെ സുഖഭോഗങ്ങൾക്കും അതീതമായി, അല്ലേ? അതിനൊക്കെ എതിരായി ജീവിക്കുന്ന നിസ്വാർത്ഥരായിട്ടുള്ള, അല്ലേ? സ്വാർത്ഥതയില്ലാത്ത അതുപോലെ തന്നെ ആദർശപ്രിയരായ ആൾക്കാർ ഇല്ലായിരുന്നെങ്കിൽ ഹം കബ് കെ രസാദൽ കോ പഹുഞ്ച് കെ ഹോത്തെ. ഇത്തരം ആൾക്കാരില്ലായിരുന്നെങ്കിൽ നാം ഇന്നേ രസാതലത്തിൽ എത്തിച്ചേർന്നേനെ. ഇവിടെ ശ്രദ്ധിക്കൂ, എന്താണ് രസാദൽ? ഇവിടെ രസാദൽ എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നു. എന്താണ് രസാദൽ? രസാദൽ എന്നാൽ ഹൈന്ദവ വിശ്വാസപ്രകാരം
വിഷ്ണു പുരാണത്തിൽ 14 ലോകങ്ങളെക്കുറിച്ച് പറയുന്നു. അതായത് 14 ലോകങ്ങൾ ഉണ്ടെന്ന് പുരാണത്തിൽ പറയുന്നുണ്ട്. ഇതിൽ ഭൂലോകം തൊട്ട് മുകളിലേക്ക് 7 ലോകങ്ങൾ ഉണ്ടെന്നും അതുപോലെ ഭൂമിക്ക് താഴെയായി 7 ലോകങ്ങൾ ഉണ്ടെന്നും പറയപ്പെടുന്നു. ഇതിൽ ഭൂമിക്ക് താഴെയുള്ള 7 ലോകങ്ങളിൽ ഒന്നാണ് രസാതലം. ഈ ഭൂമിക്ക് താഴെയുള്ള 7 ലോകങ്ങൾ, അതായത് അതലം, വിതലം, സുതലം, രസാതലം, തലാതലം, മഹാതലം, പാതാളം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ 4ാമത്തെ എന്താണ് ലോകമാണ് രസാതലം എന്നറിയപ്പെടുന്നത്. അതായത് ഭൂമിക്ക് താഴെയുള്ള 4ാമത്തെ ലോകമാണ് രസാതലം എന്നറിയപ്പെടുന്നത്. ഈ രസാതലത്തിൽ താമസിച്ചിരുന്നത് ക്രൂരന്മാരായ അസുരന്മാരാണ്. ദേവന്മാരുടെ ശത്രുക്കളായ ഈ അസുരന്മാർക്ക് അദൃശ്യരായി വന്ന് ശത്രുക്കളെ കൊല്ലാനുള്ള, അതായത് ആക്രമിക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. ഇങ്ങനെ ഈ അദൃശ്യരായി വന്ന് ദേവന്മാരെ ആക്രമിക്കുന്ന രാക്ഷസന്മാരാണ് ഈ രസാതലത്തിൽ വസിച്ചിരുന്നത്. നരകതുല്യമായ ഒരു അവസ്ഥയാണ് ഈ രസാതലത്തിലെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ മഹാഭാരതത്തിലെ പാണ്ഡവരെക്കുറിച്ചും അതുപോലെ കൗരവരെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇതിലെ പഞ്ചപാണ്ഡവന്മാരിലെ അർജുനൻ ഈ രസാതലത്തിൽ എത്തുകയും ഈ ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. ശേഷം ഈ നരകതുല്യമായ ഈ രസാതലത്തിനെ വാസയോഗ്യമാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് ഈ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഈ ലേഖകൻ നമ്മുടെ ഈ പാഠത്തിൽ ഈ രസാതൽ എന്നുള്ള വാക്ക് കൊണ്ടുവന്ന് എന്തുകൊണ്ടാണ്? അതെ, നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ചുറ്റും ഇങ്ങനെ എത്തരത്തിലുള്ള ആൾക്കാരാന്ന് പറഞ്ഞു. സ്വാർത്ഥത അല്ലേ, സ്വാർത്ഥത നിറഞ്ഞ അല്ലേ, പണത്തിനും പദവിക്കും പുറകെ പായുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്തരം ആൾക്കാർക്കിടയിൽ നന്മയുള്ള അല്ലേ കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ടിട്ടാണ് നമ്മുടെ ഈ ഭൂമിയെ വാസയോഗ്യമാക്കി മാറ്റുന്നത് എന്ന് പറഞ്ഞു അല്ലേ. അതുകൊണ്ടിട്ടാണ് ഈ രസാതലം എന്ന വാക്കിനെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നമുക്കിടയിൽ നന്മകൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലേ, അവരുടെ സ്വഭാവത്തിൻ്റെ ആ നന്മയുടെ ഫലം നമുക്കും ലഭിക്കും അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ऐसे भी व्यक्ति है जो इस जमाने के अंधकार में भी आनंद के बुलझड़ियों से प्रकाश फैलाते रहते हैं. ഇത്തരത്തിലുള്ള വ്യക്തികളുണ്ട്. ജോ ഈ ജമാനയ്ക്ക് അന്ധകാർമേം, അവരെന്ത് ചെയ്യുന്നു? ഈ കാലഘട്ടത്തിലെ അന്ധകാരത്തിലും ഇരുട്ടിലും അവരെന്ത് ചെയ്യുന്നു? ആനന്ദിക്ക് ബുൾജഡിയോം സേ പ്രകാശ് ഫൈലാത്തെ രഹത്തെ ഹൈ. അവർക്ക് ഈ കാലഘട്ടത്തിൽ ഇരുട്ടിൽ പോലും ആനന്ദത്തിൻ്റെ പൂത്തിരികൾ പ്രകാശിപ്പിക്കാൻ, അതായത് വ്യാപിപ്പിക്കാൻ കഴിയും എന്നാണ് നമ്മുടെ ലേഖകൻ ഇവിടെ പറയുന്നത്. जिन्हें देखकर हम मानव जाति के भविष्य पर श्रद्धा और विश्वास कर सकते हैं. ഇവരെ കണ്ടിട്ട് നമുക്കിടയിൽ ഇത്തരം നന്മയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ മാനവരാശിയുടെ ഭാവിയെപ്പറ്റി നമുക്ക് ആദരവും വിശ്വാസവും ഒക്കെ പ്രകടിപ്പിക്കാൻ കഴിയും. ഈ രണ്ടാമത്തെ ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് ഈ പാഠത്തിൻ്റെ അടുത്ത പാട്ടുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ധന്യവാദ്.